ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഹദീസ് പാഠത്തിലെ 11-ാമത്തെ ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സുന്നത്തുകൾ പതിവാക്കുക. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു ഫഇൻ സ്വലുഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ വഇൻ ഫസദത് ഫഖദ് ഖാബ വ ഖസിറ ഫഇൻ തഖസ മിൻ ഫരിളത്തി ശൈഉൻ ഖാല റബ്ബി അസ്സ വജല്ല അൻദുർ ഹൽ ലിഇബാദി മിൻ തതവ്വുഇൻ വയുകമ്മൽ ബിഹ മൻ തഖസ മിനൽ ഫരീള സുമ്മ യകൂനു സായിറ അമലിഹി അലാ ദാലിക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു. ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെ പ്രവൃത്തികളിൽ നിന്ന് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് അവൻ്റെ നമസ്കാരത്തെക്കുറിച്ചായിരിക്കും. അത് ശരിയായിരുന്നാൽ അവൻ വിജയം പ്രാപിക്കുകയും രക്ഷ നേടുകയും ചെയ്യും. അത് തെറ്റായിരുന്നാൽ അവൻ പരാജയപ്പെടുകയും നഷ്ടത്തിലാവുകയും ചെയ്യും. അവൻ്റെ നിർബന്ധ നമസ്കാരങ്ങളിൽ, ഫർദ് നമസ്കാരങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടായാൽ അള്ളാഹു പറയും, എൻ്റെ ഈ അടിമക്ക് നാഫിലായ ഐച്ഛികമായ നമസ്കാരങ്ങളുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവ നിർബന്ധ നമസ്കാരങ്ങളിലെ കുറവ് പരിഹരിക്കും. പിന്നീട് അവൻ്റെ മറ്റ് എല്ലാ പ്രവൃത്തികളും ഇതേ രീതിയിൽ പരിശോധിക്കപ്പെടും. തഹജ്ജുദ്, റവാത്തിബ്, ളുഹ, തഹിയ്യത്തുൽ മസ്ജിദ് ഇവയെല്ലാം ഫർദിലെ കുറവുകൾ പൂർണ്ണമാക്കുന്ന അമൂല്യമായ സുന്നത്തുകളാണ്. സുന്നത്തുകൾ പതിവായി ചെയ്യുകയും കർമ്മങ്ങളുടെ തുടർച്ച അള്ളാഹുവിനിഷ്ടം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ അവ കുറച്ചാണെങ്കിലും തുടർച്ചയായി ചെയ്യുന്നതാണ്. റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ പതിവാക്കി എടുക്കാൻ പരിശീലിക്കുക. റമദാനിന് ശേഷമുള്ള ജീവിതം നന്നാക്കുന്നതിനും വേണ്ടിയാണത്. നന്മ സ്വീകരിക്കുന്നതിൻ്റെ അടയാളം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ റമദാനിലെ സൽക്കർമ്മങ്ങൾ നമുക്ക് ശേഷവും തുടരാനാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ അത് നിലനിർത്താറുണ്ടായിരുന്നു. സുന്നത്തായ കാര്യങ്ങൾ ശേഷവും തുടരാൻ നമുക്ക് സാധിക്കണം. സുഹൃതങ്ങളിൽ അവധി ഇല്ല, മരണം വരെ അത് തുടരേണ്ടതാണ്. അള്ളാഹു സൽക്കർമ്മങ്ങൾക്ക് മരണമല്ലാത്ത മറ്റൊരു അതിരും നമുക്ക് നൽകിയിട്ടില്ല. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ മരണം നിന്നിലേക്ക് വരുന്നതുവരെ നീ നിൻ്റെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. 15-ാം അധ്യായം 99-ാമത്തെ ആയത്ത്. പ്രവാചകനിൽ ഒരു നന്മ പഠിപ്പിച്ചാൽ അത് പതിവാക്കുന്നവർ ആയിരുന്നു സഹാബികൾ. ഉറങ്ങുമ്പോൾ ദിക്റുകൾ ചൊല്ലാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. വളരെ തിരിക്ക് പിടിച്ചതും വളരെ കുറച്ച് സമയം ഉറങ്ങാൻ സാധ്യതയുള്ളതായ സിഫിൻ യുദ്ധത്തിൻ്റെ രാവിൽ പോലും അലി റളിയല്ലാഹു അൻഹു സുന്നത്ത് ഒഴിവാക്കിയിരുന്നില്ല എന്ന് പറയപ്പെടുന്നു. സുന്നത്തിനെ അത്രത്തോളം സ്നേഹിച്ച ധാരാളം സഹാബത്തുണ്ടായിരുന്നു. അവർ ആ സുന്നത്തിനെ ജീവിതത്തിലെടുത്തത് ഫറദിൻ്റെ ന്യൂനതകൾ തീർക്കാനും കൂടുതൽ പ്രതിഫലം നേടാനുമായിരുന്നു. നമ്മളും സുന്നത്തുകൾ പ്രാധാന്യത്തോടുകൂടി എടുക്കുകയും സുന്നത്തുകളിലൂടെ ഫറദിൻ്റെ ന്യൂനത നികത്തി മുന്നോട്ട് പോവുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലാഹ ഖാല മൻ ആദാനി വലി ഫഖദ് ആദൻതഹു ബിൽ ഹർബ്. എൻ്റെ വലിയിനോട്, എന്നോടടുത്തവനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് ഖുദ്സിയായ ഹദീസുകളിൽ. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറളതു അലൈഹി. ഒരാൾ, എൻ്റെ അടിമ എന്നോട് അടുക്കേണ്ടത് ഫറലിലൂടെയാണ്. വമാ യസാലു അബ്ദി യതഖറബ ഇലയ്യ നവാഫിൽ ഹത്താ ഉഹിബ്ബുഹു. അവൻ ഇഷ്ടപ്പെടുന്നതുവരെ അവൻ സുന്നത്തുകളെ അവൻ്റെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുകയും എന്നോട് അടുത്തു കൂടുകയും ചെയ്യണം. ഇദാ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ കുന്തു സംഉഹുല്ലദി യസ്മഉ ബിഹി, അവൻ്റെ കേൾക്കുന്ന കേൾവി ഞാനാകും. വബസറഹുല്ലദി യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച ഞാനാകും. വയദഹുല്ലദി യബ്തിശു ബിഹ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലുഹുല്ലദി യംശി ബിഹ, അവൻ നടക്കുന്ന കാല് ഞാനാവും. അഥവാ
അതിലൂടെ നല്ല പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവൻ മാറി നല്ലത് കേൾക്കാനും നല്ലത് കാണാനും നല്ലത് പിടിക്കാനും നല്ല ഇടത്തേക്ക് നടക്കാനും അവൻ ശ്രമിക്കുമെന്നർത്ഥം. ഫൈൻസ അൽനി ല ഒത്തിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. വൈലിനിസ്താദനി ല ഒഇദന്നഹു, അവൻ എന്നോട് ശരണം തേടിയാൽ ഞാൻ അവന് ശരണം കൊടുക്കും. വമൻ തറദ്ദത് അൻ ഷൈഇൻ അന ഫാഇലുഹു തറദ്ദദു അൻ നഫ്സി മുഅ്മിൻ യക്റഹുൽ മൗത്ത് വ അന അക്റഹു മസാഅത്തുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നവാഫിലുകൾ ചെയ്യാനും അങ്ങനെ മുന്നോട്ട് പോകാനും അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാകാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.